അല്ലെങ്കിൽ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് 2020, അതോ 2021 എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ എന്നുള്ള ചോദ്യം. ഒറ്റ ചോദ്യമുള്ളൂ, എങ്ങനെ ഉണ്ടായിരുന്നു 2020? പറഞ്ഞോ. ഭയങ്കര സീനായിരുന്നു. കൊറേ പേരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയപ്പോ എന്താ പറയാ, ആകെപ്പടം മുഞ്ചാർച്ചായിരുന്നു. പിന്നെ ഏറ്റവും ഇത്രയും കാലത്തിനകത്ത് പറഞ്ഞ ഏറ്റവും കഷ്ടപ്പെടുന്ന കാലം വന്നത് ഇപ്പോഴും മാത്രമേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടാ കാണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആദർശ് ബാക്കി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ 2020 പറഞ്ഞേക്കാളും ഭേദം കൊറോണ ഇയർ കഴിയാൻ COVID-19 എന്ന് പറഞ്ഞ സാധനം 2020 വന്ന് നമ്മൾ ബുദ്ധിമുട്ടിയ ഒരു വർഷം കഴിയാൻ വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സോഷ്യൽ എക്സ്പെരിമെൻ്റ്, അല്ലെങ്കിൽ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് 2020, അതോ 2021 എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ എന്നുള്ള ചോദ്യം. ഒറ്റ ചോദ്യമുള്ളൂ, എങ്ങനെ ഉണ്ടായിരുന്നു 2020? അപ്പോൾ അത് നമുക്ക് എന്തായാലും ആൾക്കാരിലേക്ക് ഇറങ്ങി ചോദിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുന്നാൻ്റെ മുമ്പിലാണ്, വടക്കുന്നാൻ്റെ തെക്കനാടയുടെ അടുത്താണ് നിൽക്കണേ. അപ്പോൾ നമുക്കൊന്ന് റൗണ്ട് അടിച്ചാൽ എല്ലായിടത്തും ചോദിക്കാം. പതിവ് പോലെ നമ്മുടെ ഒപ്പം നമ്മുടെ ബിബീഷ് തമ്പി ഉണ്ട്. തമ്പിയൊന്നുമില്ല, ഞാൻ വിളിക്കണതാണ്, ബിബീഷ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇടി കിട്ടാനും അവോയ്ഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളതിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരിക്കോ, കമൻറ്റ് ചെയ്യാൻ മറക്കരിക്കോ, ഷെയർ ചെയ്യാൻ മറക്കരിക്കോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ചേട്ടാ, എന്താണ് ചേട്ടൻ 2020 കുറിച്ച് പറയാനുള്ളത്? ഈ വർഷം ഇപ്പം മണിക്കൂറുകൾ മാത്രമുള്ള 2021 ആവാൻ. അപ്പോൾ എന്താണ് ചേട്ടൻ 2020 കുറിച്ച് പറയാനുള്ളത്? കൊറോണ ആയിട്ട് നമുക്ക് ജോലി ഇല്ലാണ്ടായി, എല്ലാം ഇല്ലാണ്ടായി. ശരി, മൊത്തത്തിൽ അത്യാവശ്യം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത് തന്നെ. ഞാൻ അടുത്ത കൊല്ലം ഇങ്ങനെ ആവാണ്ടിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കാം. 2020 കുറിച്ച് നല്ല ശുഭപ്രതീക്ഷയാണ്. ചേട്ടാ 2020 എങ്ങനെയുണ്ടായിരുന്നു? മോശമായിരുന്നു. മൂഞ്ചിയ വർഷമാണോ? പറയാണ്ട, കൊല്ലം പോയില്ലേ. കുട്ടികളുടെ കയ്യിലും 2 മാസമാണ് ആകെ ക്ലാസ്. ശരി, പറഞ്ഞോ. അല്ല, ഭയങ്കര സീനായിരുന്നു. ക്ലാസ്സൊന്നും നമുക്ക് നേരിട്ട് ക്ലാസ്സില്ലല്ലോ, ഓൺലൈനൊക്കെ ആയിട്ട്. ഓൺലൈൻ ക്ലാസ് നല്ലത് അതോ? അയ്യോ, ഓൺലൈന് തീരെ പറ്റില്ല. ശരി, അങ്ങനെ ബോറായിരുന്നു. ഇനി ഇങ്ങനത്തെ 2021 ഇങ്ങനെ ആയി കഴിഞ്ഞാ അയ്യോ കഷ്ടം. അയ്യോ 2020 ഈക്വൽ ടു അയ്യോ. ഇതാ പറയും മൊബൈലൊക്കെ പിന്നെ പറയും ഇപ്പഴേക്ക്. എന്താണ് പറയണ്ടത്? ഈ 2020 എനിക്ക് ഉണ്ടായിരുന്നു ഭയങ്കര മോശമായിരുന്നു. എന്തായിരുന്നു പരിപാടി? അടിപൊളി മുടിയൊക്കെ ഉണ്ട്. 2020 വളർത്തിയതാ? അല്ല, വെട്ടില്ല, അത്ര തന്നെ. വെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതെ, വെട്ടിട്ട് കാര്യങ്ങളല്ലേ. 2020 മോശമായിരുന്നു മൊത്തത്തില്. അതെ, വേറെ ഒന്നും പറയാനില്ല. വേറെ ഇപ്പം എന്താ പറയാ, അങ്ങനെ കഷ്ടമാണ്. എങ്ങനെ ഉണ്ടാവും? ഒന്നും പ്രതീക്ഷിക്കില്ല, നടക്കാറില്ല, അതൊന്നും പ്രതീക്ഷിക്കില്ല. ശരി, പറഞ്ഞോ. മുടി ഒന്ന് മാറ്റി, കണ്ണെങ്കിലും കണ്ടാ. എനിക്ക് നല്ല മൂഞ്ചലായിരുന്നു, മൂഞ്ചിപ്പോയി 2020. പിന്നെ 12 മാസം ആണല്ലേ, ഏകദേശം 10 മാസം വീടിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ ഒരു ഭാഗ്യം പഠിച്ചിട്ടില്ലേ. വെരി ഗുഡ്. അത്രയൊക്കെ തന്നെ. എക്സാം ഒന്നുമില്ലേ? എക്സാം ഉണ്ട്, എക്സാം ഇപ്പോൾ മോഡൽ വരുന്നുണ്ട്. പഠിക്കേണ്ട ആവശ്യമില്ല, കൊറോണ അല്ലേ. 2021 എന്താണ് പ്രതീക്ഷ? ഇതേപോലെയൊക്കെ ആണെങ്കിൽ പിന്നെയും മൂഞ്ചൽ തന്നെ. 2020 മൂഞ്ചി, 2021 മൂഞ്ചാനുള്ള ആവശ്യമുണ്ടല്ലേ. ഓക്കെ, അതുവരെ പേര് പറഞ്ഞില്ലല്ലോ, പേരും ചോദിക്കാട്ടാ. 2020 എങ്ങനെ ഉണ്ടായിരുന്നു? 2020 പറഞ്ഞോ. ഭയങ്കര സീനായിരുന്നു. കൊറേ പേരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയപ്പോ എന്താണത്? അതിപ്പോ അതിൻ്റെയാണല്ലോ. ഇത് ഹൈലൈറ്റ് ആട്ടോ ഈ സാധനം. 2021 എന്താ പ്രതീക്ഷ? എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല, പ്രതീക്ഷ 2020 പോയില്ലേ. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 2020 പോലെ ആവണ്ടിരിക്കട്ടെ. നിന്റെ പേരെന്താ പറഞ്ഞേ? ദിൽജിത്തിന്റെ ആര്യന. എന്റെ അമ്മേ പേര് അഭിരാമ. ഒന്ന് ക്യാപ്പ് മാറ്റിയേ വേണ്ട. ഇതുവരെ ഈ വർഷത്തെ വെട്ടാത്ത മുട്ടിയാണ് ഇതിട്ടാ. പേര് നന്ദു. അപ്പൊ താങ്ക്സ് ഡാ എല്ലാവർക്കും. ബൈ, ഹാപ്പി ന്യൂ ഇയർ. ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് മൂഞ്ചണ്ട. ഓക്കെ, ബൈ ബൈഡാ. 2020 സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ളവർക്കും നമ്മളെ മറ്റുള്ള ഇതുപോലുള്ള കൊറോണ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കൊരു ഇപ്പം എന്താ പറയാനാ,
എന്താ ഈ 2020 ജീവിതത്തിൽ മറക്കോ? 2020 മറക്കാൻ പറ്റില്ല. അത്രയും വലിയ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. 2020 കുറിച്ച് വല്ല പ്രതീക്ഷ? 2020 കുറിച്ച് പ്രതീക്ഷ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് കൊറോണ ഒക്കെ മാറി ഇനിയിപ്പോൾ നല്ല പഴയ പോലെ നമ്മുടെ പൂരങ്ങളൊക്കെ തൃശ്ശൂർ പൂരം അതുകൊണ്ടൊക്കെ കൂടാനൊക്കെ പറ്റണം. അതെ, നമ്മൾ വിചാരിക്കുന്നു. ചേട്ടാ എന്തെങ്കിലും പറയണ്ട? 2020 സുഖമായിരുന്നാ? 2020 ഏറ്റവും മോശപ്പെട്ട ഒരു വർഷമായിരുന്നു. അതാണ്. സ്റ്റാർട്ടിങ് നമുക്ക് നല്ല ഇതായിരുന്നു, പക്ഷേ അവസാനം നമ്മളേക്കും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. മൂഞ്ചി. ഈ ഒരു 2020 ഇനി ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് ഇന്നത്തെ ഒരു വർഷം അല്ലേ? ഇന്നത്തെ ഒരു വർഷം. 2020 പ്രതീക്ഷകൾ വെച്ചാൽ നമ്മുടെ ഈ ഇതെല്ലാം മാറിയിട്ട് എല്ലാവരും ഒരുപോലെ ഒന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം. അതെ അതെ. അപ്പോൾ താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പൊ എന്താ പറയാ, ആകെപ്പാടെ മൂഞ്ച വർഷമായിരുന്നു. പിന്നെ +2 ആയിരുന്നു. കൊറേ ഇതൊക്കെ ഉണ്ടായിരുന്നാണ്, ഒക്കെ പോയി. അത് പറയാനാണ് ആഗ്രഹങ്ങള്. ഇപ്പൊ എന്താ ആർക്കല്ലാണ്ടിരിക്ക, സീനിയറാണ് ഒക്കെ ഇപ്പൊ അടപടല മൂഞ്ചി. അത്രേ ഉള്ളു. +2 ആണോ നീ ഇപ്പൊ? എക്സാം പറയും അതിന് മാത്രം ഇനി പോവാ. അപ്പോഴെങ്കിലും വല്ല +1 കുട്ടികളുണ്ടാവും. അതാണ് നിന്റെ വിഷമം? എന്റെ മാത്രല്ല, ആരോട് ചോദിച്ചാലും പറയും. ശരി. അപ്പൊ 2020 കുറിച്ച് വേറെ എന്തെങ്കിലും പറയണോ? നിനക്ക് മൂഞ്ചാന്നല്ലാണ്ട് നല്ലതെല്ലാം ഉണ്ട് അതിന്റെ? നല്ലതെന്ന് പറഞ്ഞ എന്തിട്ടാ, 6 മാസം 8 മാസം വീട്ടിൽ കുത്തിയിരുന്നേ. വീട്ടിലിരിക്കാനുള്ള ആഗ്രഹമായിരുന്നു നിനക്ക് ആദ്യം. എന്നിട്ട് തടിയം വെച്ച്. 2021 കുറിച്ച് എന്താ നിന്റെ അതെങ്കിലൊന്ന് നന്നായി വരട്ടെ. അതെങ്കിലും നന്നാവട്ടെ അല്ലേ? അത് കോളേജ് ഓൺലൈൻ ആണെങ്കിലോ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലോ? അപ്പൊ അടുത്ത മീറ്റിംഗ് കൂടെ. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ചോദിച്ചില്ല? ഓൺലൈൻ ക്ലാസ്സാ? കണ്ടിട്ടില്ലേ? സത്യമായിട്ടും കണ്ടിട്ടില്ല. അവര് പറഞ്ഞു കിട്ടുപൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എന്താ മനസ്സിലാവാനോ? ക്ലാസ് എടുക്കുമ്പോ തന്നെ നോക്കില്ല, പിന്നെ സ്വന്തം നെറ്റ്. അയ്യോ. എന്തായാലും ആള് നല്ല രസിക്കുന്നുണ്ടോ? ആള് നല്ല എന്താ പറയാ, നല്ല എന്റർടൈൻമെന്റ് ആണ്. പേരെന്താ? അഭിത്ത്. നല്ല വെറൈറ്റി പേരാണ്. അഭിജിത്തിലത്തെ ജയൊക്കെ കളഞ്ഞിട്ടാണ് അഭിത്ത് എന്നിട്ടാണത്. അയാളുടെ കേട്ടില്ലേ, നല്ല വിഷമം ഉണ്ടാവന്. +1 കുഴപ്പമില്ല. കോളേജിൽ നമുക്കൊരു 3rd ഇയർ ആകുമ്പോഴേക്കും കൊറോണ ഒക്കെ പോകും. അപ്പോഴേക്കും സെറ്റാവും. 2 വർഷം കൂടെ ഉള്ളൂ. അപ്പൊ ശരിയാണ്. ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും ഇത്രയും കാലത്തിനകത്ത് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പെടുന്ന കാലം വന്നത് ഇപ്പോഴും മാത്രമേ ഉള്ളൂ. കാരണം ജീവിതത്തിൽ തൊഴിലായാലും അല്ലാതായാലും ഏത് രീതിയിലും പുറത്തോട്ട് പോലും പോയത് കണ്ടീഷൻ ആയത് ഈ 2020 ഈ തീരാമോണ വർഷത്തിൽ ഉണ്ടായത്. 2 മാസത്തിൽ അങ്ങനെ തുടങ്ങിയതാ. അതെ അതെ. ഒരു 10 മാസം അനുഭവം തീർത്ത പാടെങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും തീരുന്നില്ല. തീർന്നിട്ട് പറയാം. അതിനകത്ത് ചത്തു പോകുന്നവരും അറിയില്ല. അവരുടെ അവസ്ഥയുള്ളൂ പറയാം. വേറെ അതിനെപ്പറ്റി പറയാൻ വേറെ പ്രത്യേകിച്ച് നല്ല കാര്യം പറയാൻ ഒന്നും തന്നെ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഒരു വർഷം അങ്ങനെ പോണതല്ലേ? ഒന്നുമില്ല. ആദ്യമായിട്ട്, അതായത് 10-67 സർവീസ് ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു വർഷം പാഴിപ്പോയത്. എങ്ങനെയെന്ന് അറിയില്ല. എങ്ങനെയാണ് ഒരു വർഷം പാഴിപ്പോയെന്ന് ആരുടെ ചോദിച്ചാലും ഉത്തരം കിട്ടുന്നില്ല. ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ കാര്യം തീരാമെന്ന് പറയാനും ആർക്കും കഴിയുന്നില്ല. അത് മാത്രമേ എനിക്കറിയാവൂ. അതെ, അടുത്ത കൊല്ലത്തെ കുറിച്ച് പ്രതീക്ഷകളും ഇല്ല. ഇത് മാറിയിട്ട് വേണ്ടേ, ഇതൊന്നും മാറി കിട്ടിയെങ്കിൽ ശരി ധൈര്യമായിട്ട് മറ്റെന്തെങ്കിലും വയസ്സായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പണിയും അന്വേഷിച്ചെങ്കിലും എന്തെങ്കിലും ചെയ്ത് വയ്ക്കാം. ഈ കൊറോണ മാറിക്കിട്ടണ്ടേ? അതെ അതെ. ലോകത്ത് ഇപ്പൊ തന്നെ അടുത്തത് പറഞ്ഞത് അടുത്തതാ പുതിയ രോഗം അത് തന്നെ വരുന്നത്. അതിനിപ്പോ എന്തായി? അതായത് കാലം മാറിയനുസരിച്ച് ഓരോ രോഗങ്ങളുണ്ടാവുന്നു. പക്ഷെ അതിന് നമ്മൾ തെറ്റ് പറയില്ല. പക്ഷെ ഇത് കുറെ കടുത്തു പോയി. അതെ അതെ. അതിന് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അത് എത്രയേ ഉള്ളു. 2020 ഭയങ്കര എന്നെ വെച്ച് നോക്കുമ്പോ ഭയങ്കര മോശമായിട്ടുള്ള വർഷമായിരുന്നു. കാരണം എന്റെ കോളേജൊക്കെ പോയി അടിച്ചു പിടിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കൊറോണ ഇല്ല, പിന്നെ അങ്ങനെയൊക്കെ പറയാ. ലിപ്സ്റ്റിക് ഇട്ടാ കാണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ 2021 വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തിനാ? അടുത്ത സാധനം വന്നിട്ടില്ല വൈറസ്. അത് പോന്ന് വിചാരിക്കുന്നു. എത്ര മാസം വീട്ടിലിരിക്കണെങ്കിൽ? 10 മാസമായി. എന്താ ബോറടിച്ചു. ഇനി 2021 ശുഭപ്രതീക്ഷകൾ.
ഇങ്ങനെയൊന്നും ഉണ്ടാവാണ്ട് ഇങ്ങനൊന്നും നല്ല അടിപൊളി വീട്ടിലിരിക്കാണ്ട് മാസ്ക് ഇത് ഇനി ചിലപ്പോ അടുത്തും പോകുന്നില്ല. ഇതൊക്കെ പോട്ടെ, ഇതൊന്നും വേണ്ട. താങ്ക് യു. ഇവിടെ എന്താ പറയാ, ലിപ്സ്റ്റിക്കിന് മാത്രമേ പറയുള്ളൂ. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല 2020? ഇതന്നെ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാത്തോണ്ട് പ്രശ്നമാണ്. പിന്നെ അടിച്ചു പഠിക്കാൻ ട്രിപ്പൊക്കെ പോയി സ്കൂൾ ലൈഫിൽ ഏറ്റവും നല്ല നല്ല മൊമെന്റ്സ് കിട്ടണതല്ലേ, ടൂറൊക്കെ പോയി. നിങ്ങൾ ഫൈനൽ ഇയർ ആണോ? ഫൈനൽ ഇയർ ആണോ? സെക്കൻഡ് ഇയർ. സമയമുണ്ട്, അടുത്ത വർഷം ഉണ്ടല്ലോ. സെക്കൻഡ് ഇയർ നോക്കിയാ ഫസ്റ്റ് ഇയർക്ക് നേരിട്ട് തേർഡ് ഇയറിലേക്ക് നിങ്ങൾ പോണേ. ഫസ്റ്റ് ഇയറിന് കുറച്ചുകൂടി അടിച്ചു പൊളിക്കണ്ടായിരുന്നു, അതൊക്കെ പോയി. പിന്നെ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇയർ അല്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല 2020. ആകെ 2 വർഷം സ്കൂളിൽ പോയിട്ടുണ്ട്. 12th മാത്രം, മൊത്തം വീട്ടിലല്ലേ ഞങ്ങള്. 10 മാസം വീട്ടില്. ഇപ്പൊ കുഴപ്പമില്ലോ, വെയില് കൊള്ളണ്ട സുഖല്ലായിരുന്നേ. അപ്പൊ എന്തായാലും താങ്ക് യു ടാ, താങ്ക് യു സോ മച്ച്. ഹാപ്പി അങ്ങനെ പറയരുത്, കഴിഞ്ഞ ദിവസം ഹാപ്പി ഇയർ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ഫുൾ പോസിറ്റീവ്. ഹാപ്പി ന്യൂ ഇയർ, ബൈ. നല്ല ചെറുതായിട്ടൊരു മഴയുണ്ട്. ഈ വർഷം അവസാനിക്കാൻ പോണേൻ്റെ ഒരു സൂചകമായി, ദുഃഖമായിട്ടാണ് മഴ വീണേ. എന്തായാലും ആൾക്കാരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് വലിയ ദുഃഖം തോന്നുന്നില്ല. എല്ലാവരും ഈ 2020 എങ്ങനെയും കഴിഞ്ഞ് കിട്ടണേന്ന് വെച്ചിട്ടാണ് ഇരിക്കണേന്ന് തോന്നുന്നുണ്ട്. അപ്പം മഴയൊന്ന് ഇതായിപ്പോൾ ഒന്ന് കയറുന്നതാണ്. ഇവിടുത്തെ പിന്നെ നമ്മുടെ തേക്കിൻകാട് ഇഷ്ടംപോലെ ചെറിയ മരങ്ങൾ വരെ എന്താ പറയുക മഴേനെ പിടിച്ചു നിർത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് പോവാം, കൂടുതൽ ആൾക്കാരെ കിട്ടുമെന്ന് നോക്കാം. ഈ മഴ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പോവാം. ഓക്കെ. 2020 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. കൊറോണയാണ് ഇപ്പോൾ ഇങ്ങനെ വില്ലനായി നിൽക്കുന്നത്. 2021 വാക്സിൻ കണ്ടുപിടിച്ചിട്ട് കൊറോണ ലോ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതിന് സംഭവിക്കട്ടെ. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ 2020 ഞാൻ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് 1 ഇയർ അടിച്ചു പൊളിച്ച് നടക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടം തോന്നിയിട്ടില്ല. അധികം അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ അല്ല, ഞാൻ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു പൊളിക്കാൻ ടൈമായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ വർക്കിന് കയറി. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോയി. എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അതേഴ്സിന് വെച്ച് നോക്കുമ്പോ കൊറോണ ഇഷ്യൂസ് വരുന്നുണ്ട്. എനിക്കായാലും കൊറോണ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്നാലും പ്രോബ്ലം ഇല്ല. അങ്ങനെ പോയി. ഒരാള് പറയാന്നുണ്ട് മാറി നിൽക്കണത് പ്രശ്നം. കൂട്ടുകാരിനെ ഒറ്റയ്ക്കാക്കി. 2021 കുറിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളോ? കുറിച്ച് ആഗ്രഹമുള്ളത് വാക്സിൻ വരണം എന്നതാണ് വലിയൊരു ആഗ്രഹം. പിന്നെ എന്റെ ഹയർ സ്റ്റഡീസ് നല്ലപോലെ പോകണം എന്നാണ് അടുത്ത ആഗ്രഹം. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല വലിയൊരു ലെവലിലെത്തട്ടെ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. എന്റെ പേര് അജിത്ത്. അജിത്ത്, എനിക്ക് എങ്ങനെ 2020? 2020 പകുതി ദുഃഖകരം പകുതി സന്തോഷകരമായിരുന്നു. പക്ഷെ സന്തോഷമായിരുന്നു കൂടുതൽ. സ്റ്റാർട്ടിങ്ങിലാണോ? എനിക്ക് 2020 ഫസ്റ്റ് തന്നെ എനിക്ക് അച്ഛൻ സൈക്കിള് മേടിച്ചു തന്നത്. ഞങ്ങള് അച്ഛൻ മറ്റേ ഈ ഭാഗ്യക്കുറി എന്നൊക്കെ പറയും, അതെനിക്ക് ജനുവരി 1 എനിക്ക് കിട്ടിയത്. 2020 തുടക്കത്തില് സൈക്കിള് കിട്ടി. ഞാൻ അടുത്ത നാളേക്ക് എന്റെ സൈക്കിളിന് 1 വയസ്സ് തികയാണ്. അപ്പൊ തുടക്കം അടിപൊളിയായിരുന്നു. സൈക്കിള് ചവിട്ടി സൈക്കിളൊക്കെ തുരുമ്പൊക്കെ പിടിച്ച് എന്നാലും ഞാൻ മിനിക്കുണ്ട് നന്നായി. സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഫെബ്രുവരിയിൽ പഠിപ്പ് ഞാൻ 10 കഴിഞ്ഞല്ലോ, +1 അപ്പൊ SLCയുടെ പഠിപ്പുകളും മോഡലൊക്കെ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് ഫെബ്രുവരി അങ്ങനെ കഴിഞ്ഞു. അപ്പൊ മോഡലില് പ്രതീക്ഷിച്ച പോലെ മാർക്കൊന്നും കിട്ടിയില്ല. പിന്നെ മാർച്ചിലേക്ക് കടന്നു, SLC തുടങ്ങി. അപ്പൊ നന്നായി കഷ്ടിച്ചിരുന്ന് പഠിച്ച് full+ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം. പിന്നെ ഏതാ ബയോളജി പരീക്ഷ കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ വെച്ചോ നാളെ കെമിസ്ട്രി പരീക്ഷ. ആ ടീച്ചറൊന്നും ഇഷ്ടമില്ല ഞങ്ങക്ക്. സൈക്കോന്നാ വിളിക്കാതിനാ. അപ്പൊ ഇഷ്ടമില്ലാത്ത ടീച്ചറാ. അപ്പൊ ഞങ്ങൾക്ക് പേടി. ഈശ്വര നാളെ ഇതിന്റെ വിഷയമല്ലേ, എങ്ങനെ പഠിക്കുക, എങ്ങനെയാ പരീക്ഷ എഴുതാന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കാ കൂട്ടുകാരുടെ നാളെ ക്ലാസ്സില്ല അറിഞ്ഞ കൊറോണ വന്നു. അപ്പൊ അതിന്റെ വലിയ കാര്യമായിട്ട് പിന്നെ വീട്ടിലൊക്കെ ചെന്ന് ന്യൂസൊക്കെ വരുമ്പോ 4 ക്ലാസ്സില്ലാന്നൊക്കെ വെച്ചപ്പോ 1 മാസം അങ്ങനെ ബുക്ക് അടച്ചില്ല, കളിച്ച് പുറത്തേക്ക് പോയി. ബുക്കൊന്നും തുറന്നു നോക്കില്ല, അങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കൊറോണ 63 ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ആയി. ഞാൻ വന്നപ്പോ വിഷമകരമായ വാർത്ത വന്നു. അടുത്ത മാസം SLC പരീക്ഷ മെയ്യിൽ നടക്കും. അപ്പൊ ബുക്ക് മടിയായിരുന്നു അതുവരെ, ബുക്ക് അടച്ചിട്ടല്ലേ. പിന്നെ ബുക്ക് തുറന്ന് 2 അക്ഷരമൊക്കെ ഇങ്ങനെ വായിച്ച് ആ സൈക്കോ എന്ന് പറഞ്ഞ ടീച്ചറെ വിഷയം കഷ്ടിച്ചിരുന്ന് പഠിച്ചു. എല്ലാവരും മുന്നിൽ വെച്ച് കളിയാക്കും എന്നെ, നീ പഠിക്കില്ല, നീ ഇങ്ങനെ പറ്റാണ അതൊക്കെ പറഞ്ഞു. എനിക്ക് അതിന്റെ വിഷയത്തിൽ 1 A+ മേടിച്ച് കാണിച്ചു കൊടുക്കണ്ടായിരുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് SLC മെയ് കഴിഞ്ഞു.
പിന്നെ അടുത്ത മാസം പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു, മാസങ്ങളൊക്കെ ലോക്ക്ഡൗൺ അങ്ങനെ വന്ന് SLC റിസൾട്ട് വന്നപ്പോൾ 8A+, 2A കിട്ടി. ആ ടീച്ചറെ കൊണ്ടുപോയിട്ട് ഞാൻ ഇത് കാണിച്ചു കൊടുത്തു. ടീച്ചർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ആ ടീച്ചറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ലഡും ഇതൊക്കെ കൊടുത്തു. അപ്പൊ ടീച്ചർ അജിത്തെ നീ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ, ഞാൻ ഒന്നും പറയാനൊന്നും പോയില്ല, അന്ന് നമ്മുടെ പ്രാവിയാളല്ലേ, ടീച്ചർ കാണിച്ചു കൊടുക്കണ്ട മാർക്ക്, അങ്ങനെ കാണിച്ചു കൊടുത്ത്. പിന്നെ ഓണം കുടുംബമായിട്ട് ആഘോഷിച്ച് പുലിക്കളി ഇതില്ല, പിന്നെ തൃശ്ശൂർ പൂരം പോയി, പിന്നെ ക്രിസ്മസിന് കൊല്ലം നടക്കാനും ബോണ്ണത്താലും അതൊക്കെ പോയി. അങ്ങനെ അടുത്ത കൊല്ലം നല്ലൊരു കൊല്ലം പ്രതീക്ഷിക്കുന്നു. അതാണ് എന്താണ് നമ്മൾ ഇത്രയും നമ്മൾ അവിടെ തൊട്ട് ഇവിടെ ചോദിച്ചിട്ട് 2020 എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ തന്ന ഏക വ്യക്തി അജിത്ത് അല്ലേ? അജിത്ത് അവൻ ജനുവരി തൊട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എത്ര A+ കിട്ടിയ? 8A+2. എന്തിന് എന്തിന് എന്തിന്? എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും നിനക്ക് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ചെക്കൻ നോട്ട് ചെയ്ത് വെച്ചോടാ. നിന്റെ സ്കൂൾ ഏതാ? ഞാൻ പഠിച്ച സ്കൂളാണ് സെന്റ് തോമസ്. ടീച്ചറിന്റെ പേര് ഏതാ? സൈക്കോ ടീച്ചറെ. ഇപ്പൊ മനസ്സിലായില്ലടാ. അതെ, ഇപ്പനെ കണ്ട മറ്റേ അജിത്ത് എന്ന് പറഞ്ഞ ഗഡിയില്ലേ, ചെറു ചെക്കനാണ്. അവൻ എന്നെ ഉപദേശിച്ച് പോയി, ചേട്ടൻ വലിയ ലെവലാവും, എന്താ പറയുക, വീഡിയോ എടുത്തിട്ട് വലിയ ലെവലാവും, വലിയ വ്ളോഗറാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ നടക്കുന്നില്ല, നമ്മൾ വെറുതെ എടുക്കണമെന്നുള്ളൂ, നമ്മൾ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അവൻ പറയാ ഞാൻ കണ്ടില്ലേ കെമിസ്ട്രി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചത്, അതേപോലെ തന്നെ ഇങ്ങനെ കുറേ ട്രൈ ചെയ്ത് കിട്ടുമെന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും പോസിറ്റീവ് ഇടാവാണ്. ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂരത്തെ എല്ലാവരും പോസിറ്റീവാണ്, നപ്പിടാവ്. എൻ്റെ പേര് അമൽ എന്നാണ്. 2020 എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തൊരു വർഷമാണ്. മൊത്തത്തിൽ മൂഞ്ചി തൊലഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തേപ്പ് കിട്ടിയിട്ട് ആകെ മൊത്തം ഒരു സൂപ്പറായിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണില്ല. എനിക്ക് മൊത്തത്തിൽ എന്താ പറയുക 2020 വെറുപ്പാ, ഇങ്ങനെ ഒരു കൊല്ലം വന്നതിൽ തന്നെ. 2021 എന്താ പറയാ, സിംഗിളായിട്ട് പോണം. പിന്നെ എന്താ പറയാ, ഇല്ല ഇനി കമ്മിറ്റ്മെന്റ് ആ പരിപാടിയേ ഇല്ല. 2020 ഇനി വേണം സമാധാനത്തോടുകൂടി ജീവിക്കാൻ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട്. അതെ, അല്ലപ്പോ എല്ലാവരോടും പറയാനുള്ളത് ഹാപ്പി ന്യൂ ഇയർ. ഇപ്പൊ നോക്കി കണ്ടിട്ട് പ്രേമിക്കുമ്പോഴൊക്കെ നോക്കി കണ്ടിട്ട് പോവാ. പല പിടിച്ച പ്രേമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ നിന്നിട്ട് മാറി പോവുക, അതാണ് നല്ലത്. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലേ, എൻ്റെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമൽ ശങ്കർ. ആദ്യമേ തന്നെ ലോകമെമ്പാടുമുള്ള ആദർശ് വോക്കി ടോക്സിൻ്റെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. വരാനിരിക്കുന്ന പുതുവർഷം എല്ലാവർക്കും എല്ലാവിധ നന്മകളും സന്തോഷവും നിറഞ്ഞാകട്ടെ. 2020 പൊതുവെ എല്ലാവർക്കും ഒരു വേദനയും വിഷമവും ആശങ്കയൊക്കെ നിറഞ്ഞ ഒരു വർഷമായിരുന്നു. കൊറോണയുടെ ഒരു അതിപ്രസരം, അതിൻ്റേതായ കുറേ ആശങ്കകൾ, പിന്നെ ഇപ്പോൾ ഷിഗില്ല വന്നിട്ടുണ്ട്. പിന്നെ അവസാനം ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസാന നിമിഷത്തിൽ 2020 അവസാന നിമിഷത്തിൽ മറ്റൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കുതിരാനിലുണ്ടായ മറ്റൊരു അപകടം. റോഡ് അപകടങ്ങൾ പൊതുവെ കുറവായിരുന്ന ഒരു വർഷമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ വർഷത്തിൻ്റെ അവസാനം തന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ശരിക്കും വേദനയുണ്ട്. എല്ലാ തരത്തിലും നമ്മൾ എന്തിനും നേരിടാൻ ഈ വർഷം നമ്മളെ പഠിപ്പിച്ചു. ഏത് പ്രതിസന്ധിയെയും, ഏത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നേരിടാൻ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് പഠിപ്പിച്ചു. നമ്മളെ തിരിച്ചറിഞ്ഞ വർഷമാണ്. നമ്മുടെ വീട്ടിലെ നാട്ടിലൊക്കെ നന്മകളെ, വ്യക്തിബന്ധത്തിൻ്റെ മഹത്വത്തെ, പിന്നെ ഈ ബന്ധങ്ങളുടെ മഹത്വത്തെ, ഓരോ നിമിഷത്തിൻ്റെ വിലയറിഞ്ഞ വർഷം, ദിവസത്തിൻ്റെ വിലയറിഞ്ഞ, ഓരോ മിനിറ്റിൻ്റെയും മണിക്കൂറിൻ്റെ ഒക്കെ വിലയറിഞ്ഞ വർഷം. ഒരുപാട് നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്നു, പഴമയിലേക്ക് ഇറങ്ങിച്ചെന്നു. കാരണം നമ്മളൊക്കെ പണ്ട് കിണ്ടിയും വെള്ളവും ഉപയോഗിച്ച് നമ്മുടെ തറവാട്ടിലേക്ക് ഇങ്ങനെ കാരണവന്മാർ വരുമ്പോൾ കിണ്ടിയും വെള്ളമൊക്കെ എടുത്ത് കാല് കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം അവരൊക്കെ കയറിയിരുന്നുള്ളൂ. അപ്പം നമ്മളും അതേ ഒരു രീതിയിലേക്ക് വന്നു. ഒരു പഴമയിലേക്ക് മടങ്ങിപ്പോയൊരു ന്യൂ ജനറേഷൻ സംസ്കാരമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതൊക്കെ ഒരു നന്മയുടെ, നല്ലതിൻ്റെ തുടക്കമാകട്ടെ. അതൊരു സൂചനയായി നിലനിന്നുകൊണ്ട് 2021 കോവിഡ് വാക്സിൻ അടക്കം നമുക്ക് ലഭിച്ച് കൊറോണയും ഷിഗല്ല ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ മാരക വൈറസുകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കൂടി നമുക്ക് പുതുവത്സരത്തെ വരവേൽക്കാം. പുത്തൻ പ്രതീക്ഷകളോടുകൂടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഞാനും നിങ്ങളുമടക്കമുള്ള പ്രേക്ഷകർക്ക് ഒരു നല്ല വർഷമായി 2021 മാറട്ടെ എന്ന് ആഗ്രഹിക്കാം. പ്രളയം ഉൾപ്പെടെയുള്ള മറ്റ് മാരക വൈറസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാവർക്കും ശാന്തി
ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ തെക്കേ ഗോപുരനടയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് അടുത്ത തവണ നമുക്ക് തൃശ്ശൂർ പൂരം ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊരു തൃശ്ശൂർക്കാരൻ എന്ന രീതിയിലും ഒരു പൂരപ്രേമി എന്ന രീതിയിലും ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പുതുവത്സരത്തിൻ്റെ സ്നേഹാശംസകൾ നേരുന്നു. ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി സമഭാവനയോടുകൂടി 2021 വർഷത്തെ നമുക്ക് വരവേൽക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ? അമൽ ശങ്കർ. ഈ സാധനേ സ്ക്രിപ്റ്റ് അടിച്ച് വെച്ചാണോ ചേട്ടാ? ഞാനിപ്പോ കണ്ടിട്ട് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ. ഇങ്ങനെ എന്ത് പെട പഠിക്കണത്? പ്രാഞ്ചേട്ടൻ്റെ പേര് പഠിച്ചാൽ മതിയായിരുന്നു. എന്തായാലും പൊരിച്ചു. അപ്പോൾ എന്തായാലും ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ദിപ്സ. ഞാൻ വെറ്റിനറിയാണ് പഠിക്കണേ. മാർച്ചിൽ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്തതാണ് ക്ലാസ്സൊക്കെ. ഞങ്ങൾക്ക് എന്താണെങ്കിൽ ആ ഒരു ഇയറിലെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കോഴ്സ് എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ പോസിറ്റീവായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ലക്ഷണങ്ങളും സിംറ്റംസൊക്കെ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് നെഗറ്റീവായി. നമുക്ക് വീട് വിട്ട് മാറി നിന്ന ആ ഒരു ടെൻഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 2020 എങ്ങനെയൊക്കെ പോയി, പെട്ടെന്ന് പോയ പോലെ. ഇപ്പോൾ കൊറോണ പ്രോ വന്നു എന്ന് പറയുന്നു. ഇനി അത് മനുഷ്യനെ പേടിപ്പിക്കുന്നുണ്ട്. ആദ്യം ചോര ഛർദ്ദിക്കുന്നു, പെടയുന്നു, മരിക്കുന്നു, ടപ്പ. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും ലോകം അവസാനിക്കുക എന്ന് പറയുന്നു. എന്തായാലും ഇനി 2021 ഇനി നല്ലൊരു ഇയർ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അല്ല, നമ്മൾക്ക് പ്രതീക്ഷ, നമ്മൾക്കൊരു ഹോപ്പ് ഉണ്ടാവുമല്ലോ. നമ്മള് ഹോപ്പാണ്, ഫുള്ളി ഹോപ്പാണ്. പ്രോ വന്ന് നമ്മള് ഇപ്പം അതിജീവിച്ച പോലെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോ വന്നാല് നമ്മള് അതിജീവിച്ച് വരണം. അടിപൊളി. ഇനി എന്തെങ്കിലും പറയണ്ട? ഇല്ല. അപ്പൊ അടുത്ത ആളിലേക്ക് പോവാം. പേര്? എന്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ ഫിസിയോതെറാപ്പി സ്റ്റുഡന്റ് കണ്ണൂർ മെഡിക്കൽ കോളേജില്. കണ്ണൂരുകാരിയാ? അല്ലല്ല, തൃശ്ശൂരുകാരി. എന്നെ സംബന്ധിച്ചിടത്തോളം 2020 നല്ല ഹാപ്പി ഇയർ ആയിരുന്നു. അല്ല, ഓഫ് കോഴ്സ് കുറെ പേര് സഫർ ചെയ്യണവരുണ്ടാവും. പക്ഷെ ഞാൻ 9 മാസത്തോളം വീട്ടിൽ തന്നെയായിരുന്നു. പേഴ്സണലി കുറെ ഗ്രോത്ത് ഉണ്ടായി. വീട്ടില് നമ്മള് കൊറേ മൈൻഡ് സെറ്റ് ഒക്കെ കൊറേയൊക്കെ മാറി. പിന്നെന്താ, ഇതന്നെ 2021 ഒരു ഹോപ്പ് ഉണ്ട്. എന്ത് ഹോപ്പാണ്? 2021 അടിപൊളിയാവുന്നാണോ അതോ അടുത്ത കൊറോണ പ്രോ വന്ന്? നമ്മളിപ്പോ എല്ലാ കമ്പാരിറ്റീവ്ലി കുറെ രാജ്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയല്ലേ, എസ്പെഷ്യലി കേരളം. അപ്പൊ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത ആളിലേക്ക് പോവാം. പറയില്ല കൊറോണ 2020 സൂപ്പർ ആയിരുന്നു എന്ന് പറയണേ. ഇവിടെ ആരുമില്ല. അടിപൊളിയായിരുന്നു. കാരണം 3 വർഷത്തിന് ശേഷം അമ്മേനെ ഒരു 2 മാസത്തോളം വീട്ടിൽ കിട്ടിയ ഒരു ദിവസമായിരുന്നു. അടിച്ചു പൊളിച്ചു. അമ്മ കൂടെ ഉണ്ടാവാന്ന് പറയണതല്ലേ, അടിച്ചു പൊളിച്ചു. പിന്നെ ഫ്രണ്ട്സിനെ മിസ് ചെയ്തു. പക്ഷെ ഫോണുള്ളതുകൊണ്ട് അതുകൊണ്ടായില്ല. പക്ഷെ 2020 കുറെ കാര്യങ്ങള് കൂടുതലായിട്ട് അറിഞ്ഞു, പഠിച്ചു. വീട്ടിലിരുന്നിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച്. അത് കുക്കിംഗ് മാത്രമല്ല, മെന്റാലിറ്റികൾ. 2000 എനിക്ക് നല്ല വർഷമായിരുന്നു. ഹരിപ്രിയ. കൃഷ്ണപ്രിയ. ഇവര് ട്വിൻസാണ്, കൃഷ്ണപ്രിയ ഹരിപ്രിയ. കറക്റ്റ് അല്ലേ? ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇവിടൊക്കെ സൂപ്പർ ആയിരുന്നു. ഈ കുട്ടിക്കാണ് ഏറ്റവും സൂപ്പർ ആയിരുന്നത്. അതെനിക്ക് ഇഷ്ടമായി. അമ്മയോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സമ്മതിച്ചിരിക്കുന്നു ഞാൻ. 2020 ഏറ്റവും പോസിറ്റീവായ 3 പേരാണ് ഇവിടെ. എനിക്ക് മനസ്സിലായി കുക്കിംഗാന്നറിയാം. അല്ല, കുറച്ച് വീട്ടിലിങ്ങനെ കുക്കി എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഇപ്പോഴാണ് സമയമൊക്കെ കിട്ടണത്. ബുദ്ധിമുട്ട് മനസ്സിലാക്കണ്ടല്ലേ? ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. കുറെ ഡിഷസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ പറ്റി. അമ്മേനെ സഹായിക്കാനും പറ്റും. കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മനെ സഹായിക്കില്ല. ഇപ്പൊ ശീലമായിക്കോട്ടെ അത്. അപ്പൊ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മൾ അവസാനത്തേക്ക് ഒരു സൈൻ ഓഫിൻ്റെ ഇതിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞു ഇത്രയും പേര്, ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞ 2020 കുറിച്ചുള്ള റെസ്പോൺസുകൾ കേട്ടില്ല. അതാണ് അവർക്കും നമുക്കൊക്കെ പൊതുവേ എല്ലാവർക്കും 2020 ഭയങ്കര മോശമായിരുന്നു. എന്നാലും അതിൽ പോസിറ്റീവ് കണ്ടെത്തിയവരുണ്ട്. അതിൻ്റെ ഉള്ളിലും ഫുൾ എന്താ പറയുക, കുറേ പോസിറ്റീവ് ഘടകങ്ങൾ എത്തിയവരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 2020 ഒരു മൂഞ്ചിയ വർഷം തന്നെയാണ്.
കാരണം 2020 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എത്തി, എന്താ പറയുക, നമ്മൾ ജോലി ഈ പറഞ്ഞ പോലെ സാലറി കട്ട്, അതേപോലെ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക. കാരണം വർക്ക് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ഒരു ഇതുണ്ടാവുള്ളൂ, പോസിറ്റീവ്. വീടിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മോശമാണ്. അതേപോലെ നല്ലൊരു കാര്യം എന്ന് പറയണത്, എനിക്കൊരു കുഞ്ഞു ബേബി ഉണ്ടായി. അതാണ് ഒരു പോസിറ്റീവ് സൈഡ് എന്നുള്ളത്. വളരെ സന്തോഷമുള്ള കാര്യമാണ് 2020 പറയാൻ പറ്റിയ, എന്താ പറയുക, നമുക്കൊരു സന്തോഷമുള്ളൊരു പോസിറ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിട്ട് കാണുന്നത് അത് മാത്രമാണ്. വേറെ പ്രത്യേകിച്ച് 2020 ഞാനും 2020 കഴിയാൻ കാത്തിരിക്കുകയാണ്. 2021 പുതിയ വർഷം പുതുമകളോട് കൂടി വരട്ടെ, പുതിയ കാര്യങ്ങൾ വരട്ടെ. പറഞ്ഞ പോലെ നമ്മുടെ ചാനലും എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ആവട്ടെ. 2020 നമുക്ക് ആവാൻ പറ്റിയിട്ടില്ല. 2020 ചാനൽ തുടങ്ങി, അതുകൊണ്ടിട്ടാണ് നോട്ട് ദ പോയിന്റ്. 2020 നമ്മൾ ചാനൽ തുടങ്ങി ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6 മാസം 5-6 മാസമായിട്ട്. അങ്ങനെ നമ്മൾ 6 മാസമായി കുട്ടിക്ക്, ഇനി കുറച്ചും കൂടി കഴിയണം. അങ്ങനെ നമ്മുടെ ചാനലും എന്തെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകും. അതേപോലെ തന്നെ നമുക്ക് ഇനി 2020 നമ്മുടെ ഒപ്പം വന്ന ബിബീഷിനോട് ചോദിക്കാം 2020 എങ്ങനെ ഉണ്ടായിരുന്നു. കേട്ടിയ ബിബീഷ, എങ്ങനെ ഉണ്ടായിരുന്നു 2020? 2020 പറഞ്ഞാൽ വളരെ മോശം തന്നെയായിരുന്നു. എല്ലാവരും പോലെ തന്നെ ഈ പറഞ്ഞ മാതിരി വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ 24 hours വർക്ക് തന്നെയായിരുന്നു. മാത്രമല്ല അതിന് സാലറി കട്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചിലവുകൾ കൂടും. ഈ എക്സ്പെരിമെന്റൽ സംഭവങ്ങളൊക്കെ കൂടുതലായിരുന്നു, ഫുഡിന്റെ എക്സ്പെരിമെന്റിലൊക്കെ. അത് വേറെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ ചിലവുകൾ വേറെ കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ളൊക്കെ 2021 എന്തായാലും ഒരു പോസിറ്റീവ് ഉണ്ട്. അത് ഞാൻ അതൊക്കെ പറയാം. പോസിറ്റീവ് ആവട്ടെ. 2021 നമുക്ക് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. അത് ബിബീഷിനെ നമുക്ക് പിന്നീട് വരും എപ്പിസോഡുകൾ സെറ്റ് ചെയ്യാം. അതവൻ തന്നെ പറയും. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ 2020 2021 ഇപ്പോൾ നന്നായി വരട്ടെ ആലോചിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ 2021 വളരെ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് 2021 ആയി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. അതേപോലെ തന്നെ കൊറോണയുടെ വാക്സിൻ, എല്ലാവരും പറഞ്ഞല്ലോ വാക്സിൻ വരട്ടെ, ഇതൊന്നും രക്ഷപ്പെട്ടൊന്ന് പുറത്തിറങ്ങി നടക്കാനുള്ള സജ്ജീകരണം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ ഓണായി, എല്ലാവരും ഓണായി. അപ്പോൾ എന്തായാലും പൂരം വടക്കുന്നാൻ്റെ മുറ്റത്ത് വെച്ച് പറയുകയാണ്, തൃശ്ശൂർ പൂരം നടക്കട്ടെ, അതേപോലെ എല്ലാം നടക്കട്ടെ എന്തായാലും. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.